നടക്കുന്നത് നോക്കാം. ദീപങ്ങളുടെ ഉത്സവം എന്ന് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, ദീപങ്ങൾ കൂടി കാണിച്ചു കൊടുക്കണം. രാത്രിയിലെ ആഘോഷങ്ങൾക്ക് മൺചിരാത് വാങ്ങാനായിട്ടുള്ള തിരക്കാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ തെരുവുകളിലൊക്കെ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ ചിരാതുകൾ വാങ്ങാനായിട്ട് എത്തുന്നത്. നമുക്ക് വൈകുന്നേരം ഈ ചിരാതൊക്കെ കത്തിക്കണം. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് രാത്രിയിൽ പ്രേക്ഷകരെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ പോകാം സുനിഷ അയ്യല്ലൂരിന്റെ അടുത്തേക്ക്. ദീപാവലി എന്നാൽ നമുക്ക് വെളിച്ചമാണല്ലേ, സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ദീപം ഇങ്ങനെ ദീപാവലി ദിവസം എല്ലായിടത്തും കത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെളിച്ചം കത്തിക്കാൻ, ദീപം കത്തിക്കാനൊക്കെ നമ്മളിങ്ങനെ ചിരാതുകൾ തേടാറുണ്ടല്ലോ. അങ്ങനെ നമ്മളും ചിരാത് തേടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചിരാതുകൾ കാണാൻ കഴിഞ്ഞത്. നമ്മളുള്ളത് ചാല മാർക്കറ്റിനകത്താണ്. ദീപാവലി തിരക്ക് എല്ലാം ഇടിഞ്ഞൽ കുറച്ച് ചെറിയ ഇടിഞ്ഞലെന്നാണ് പറയാ. ഇടിഞ്ഞല് ഇവിടെ പല സൈസിലുള്ള പിന്നെ ഇടിഞ്ഞലുകളുണ്ട് കേട്ടോ. അതായത് ആളുകൾക്ക് കൂടുതൽ ചെറുതാണോ വലുതാണോ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ഏറ്റവും ചെറുത് നെയ്വേളൻ, ബാക്കി അതിന്റെ കുറച്ച് വലുപ്പമുള്ളത് മലയാളിച്ചും വാങ്ങിക്കും, മറ്റു ഹിന്ദിക്കാരും വാങ്ങിക്കും. ചേട്ടന്റെ ദീപാവലി ആഘോഷം എങ്ങനെയാണ്? അപ്പം നമ്മൾ കാർത്തികയ്ക്ക് കത്തിക്കോളും, ദീപാവലിക്കല്ല. അതൊന്ന് തുമ്പിലുള്ള ക്ലേ മണ്ണ്, ഇത് വയൽ മണ്ണ്. ആ രണ്ട് വ്യത്യാസമുണ്ട്. ആളുകളെല്ലാവരും എത്തിക്കുന്നുണ്ട്. അപ്പൊ ഹാപ്പി ദീപാവലി. ഇത്തരം ചിരാതുകളിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചാൽ മതിയാവും എന്നുള്ളതാണ്. പക്ഷെ ഇനി കുറേ നേരം ഇങ്ങനെ ചിരാതുകൾ കത്തിച്ച് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ തരത്തിലുള്ള വലിയ വലിപ്പത്തിലുള്ള ചിരാതുകളൊക്കെ ഉണ്ട്. ഈ ഒരു വലിപ്പത്തിൽ വരുന്നതുണ്ട്. ഇനി അതിൽ കൂടുതൽ ഒരുപാട് നേരം, ഇപ്പൊ ലക്ഷ്മി പൂജയൊക്കെ നടത്തുന്നവർ ഒരുപാട് നേരം കത്തിച്ചു വെക്കും എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ ചിരാതുകൾ ഇത്തരത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ സജീവമായിട്ടുണ്ട് ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വാങ്ങാനൊക്കെ രാവിലെ മുതൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാത്രിയോടുകൂടി ഇങ്ങനെ ഈ ഇടിഞ്ഞിലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കത്തിച്ച് ദീപാലങ്കൃതമായി നിൽക്കുന്ന വീടും നാടും നഗരവും ഒക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും നമ്മളും ഈ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമാകുകയാണ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സഹോദരത്തിന്റെയും ഒക്കെ വെളിച്ചം എല്ലായിടത്തും ഇങ്ങനെ വിടരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.